പ്രഭാതം ദിവസത്തിൻ്റെ ലക്ഷണം പറയുന്നത് പോലെ ബാല്യം ജീവിതത്തിൻ്റെ ലക്ഷണം പറയുന്നു എന്ന ഇംഗ്ലീഷ് കവിയായ ജോൺ മിൽട്ടൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വയം നിശ്ചലമാകരുത്. മനുഷ്യരെ എങ്ങനെ നശിപ്പിക്കാം എന്നതാണ് സാത്താന്മാരുടെ ചിന്താവിഷയം. അത്യാഗ്രഹത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പറഞ്ഞു, എല്ലാവരിലും അതിമോഹം നിറച്ചാൽ മനുഷ്യർ തമ്മിൽ മത്സരിച്ച് നശിക്കും. ഭോജനപ്രിയത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും മന്ത്രി പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെ ഉന്മത്തരാക്കി നശിപ്പിക്കാം. കോപത്തിൻ്റെ മന്ത്രി പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെ ബുദ്ധിശൂന്യരാക്കി തമ്മിൽ തല്ലിക്കാം. ഒരു നിർദ്ദേശത്തോടും താല്പര്യം കാണിക്കാതിരുന്ന രാജാവിനോട് ഉപമുഖ്യമന്ത്രി പറഞ്ഞു, ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും ധീരകർമ്മങ്ങളെക്കുറിച്ചും ഞാൻ മനുഷ്യരെ ബോധവൽക്കരിക്കും. അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരോട് പറയും, ഇന്ന് വേണ്ട, നാളെയാകട്ടെ. ഇത് കേട്ട രാജാവിന് തൃപ്തിയായി. ഒരു ശിക്ഷാ നിയമത്തിലും ഉൾപ്പെടാത്ത കുറ്റകൃത്യമാണ് ചെയ്യേണ്ട കാര്യം സമയത്ത് ചെയ്യാതിരിക്കുക എന്നത്. അത് സ്വയാവഹേളനവും സമൂഹ അധിക്ഷേപവുമാണ്. ഒരാളെ ഇല്ലാതാക്കാൻ അയാളെ തുറുങ്കിലടയ്ക്കുകയോ പുറത്താക്കുകയോ ചെയ്യേണ്ട അവയെല്ലാം ആത്മപ്രചോദനമുള്ളവർ മറികടക്കും. ഉള്ളിൽ കുത്തിവെക്കപ്പെടുന്ന അലസതയാണ് ആരെയും നിർജീവമാക്കാനുള്ള എളുപ്പമാർഗം. സ്വയം അറിയാതെ സുഖാനുഭൂതിയിൽ നിലനിന്നുകൊണ്ട് തന്നെ ആത്മനാശം സംഭവിക്കും. മറ്റെല്ലാ വിധ്വംസക കർമ്മങ്ങളിലും നാശത്തിൻ്റെ സൂചനകൾ തെളിഞ്ഞു വരും. പക്ഷേ സ്വയം നിശ്ചലമാകുന്നതിൻ്റെ തെളിവുകളൊന്നും പ്രദർശിക്കപ്പെടില്ല. ഒരാഘാതവും സൃഷ്ടിക്കാത്തതുകൊണ്ട് നിശബ്ദ മരണങ്ങളായി പല ജീവിതങ്ങളും അവസാനിക്കും. ക്രിയാത്മകമെന്ന് പുറമേ തോന്നിക്കുന്ന ചില നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ഒരു പിഴവും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയോ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. തകർന്നാൽ തീർന്നു. പ്ലാൻ ബി മനസ്സിലുണ്ടോ? ഭയമുണ്ടോ? നാളെ ചെയ്താലും മതിയോ? തുടങ്ങിയ വാക്കുകളിൽ തട്ടി ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട്. എല്ലാം ക്രമീകരിച്ച് ഒരു കുറവുമില്ലാതെ 100% പൂർണ്ണതയിൽ ആർക്കും ഒന്നും ചെയ്യാനാകില്ല. ഏറ്റവും അനുയോജ്യമായ സമയം നോക്കിയും ഒന്നും തുടങ്ങാനാകില്ല. തുടങ്ങുക എന്നതിലാണ് കാര്യം. തുടങ്ങിയാലേ തുടരാൻ പറ്റൂ. തുടങ്ങാത്തതെല്ലാം അദൃശ്യമായി അവസാനിക്കും. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീദ് എസ്. നന്ദി, നമസ്കാരം.